Hi students, welcome to STA Tutorials Live. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ HTML4ന്റെ ബാക്കിയുള്ള സെക്ഷനാണ്. അതായത് എങ്ങനെയാണ് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. HTMLൽ നമുക്ക് 4 രീതിയിൽ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ലിങ്ക്സ്. ഓക്കേ? ലിങ്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ലിങ്ക്സ്. ഫസ്റ്റ് വൺ ഇന്റേണൽ ലിങ്ക്. ഇന്റേണൽ ലിങ്ക്. സെക്കൻഡ് വൺ എക്സ്റ്റേണൽ ലിങ്ക്. external link. Third one graphical link. Graphical link. Then fourth one mail. Email link. Email link. Email link. ഇങ്ങനെ 4 രീതിയിൽ നമുക്ക് ഒരു HTML പേജിൽ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഏതൊക്കെയാണ് എന്നുള്ളത് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ ഇന്റേണൽ ലിങ്ക് എന്നുള്ളതാണ്. ഇന്റേണൽ ലിങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട് ഇപ്പോൾ നമ്മുടെ ഒരു HTML പേജ് ഉണ്ടെങ്കിൽ ഈ HTML പേജിന്റെ ടോപ്പിൽ നിന്ന് ബോട്ടമിലേക്കോ അല്ലെങ്കിൽ ടോപ്പിൽ നിന്ന് സെന്ററിലേക്കോ സെന്ററിൽ നിന്ന് ബോട്ടമിലേക്കോ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒരു സെയിം പേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്റേണൽ ലിങ്ക് ഉപയോഗിക്കുന്നത്. മനസ്സിലാക്കുക, ഒരൊറ്റ പേജായിരിക്കും. ആ പേജിന്റെ ഏതെങ്കിലും ഒരു സെക്ഷനിലേക്ക് നിങ്ങൾക്ക് കാണാം. സാധാരണ വെബ്സൈറ്റ് ഒക്കെ നോക്കുമ്പോൾ മുകളിൽ പോയാലുണ്ടാവും താഴേക്ക് ഒരു ആരോ മാർക്ക്. ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ നേരെ താഴെ എത്തും. അതുപോലെ താഴെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ മുകളിലോട്ട് എത്തും. അപ്പൊ അങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതാണ് ഇന്റേണൽ ലിങ്ക് എന്നുള്ളത്. അതായത് ഒരു പേജിന്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇന്റേണൽ ലിങ്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത് ഉപയോഗിക്കുന്നതാണ് എക്സ്റ്റേണൽ ലിങ്ക് എന്നുള്ളത്. മനസ്സിലാക്കുക, എക്സ്റ്റേണൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു പേജിന് ഉള്ളിൽ നിന്നും പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എക്സ്റ്റേണൽ ലിങ്ക് ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ ഒരു പേജ് ഉണ്ട്, വേറൊരു പേജ് ഉണ്ട്, അല്ലെങ്കിൽ വേറൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിലേക്ക് നമ്മുടെ ഈ ഒരു പേജിൽ നിന്നും പോകാൻ വേണ്ടിയിട്ടാണ് എക്സ്റ്റേണൽ ലിങ്ക് ഉപയോഗിക്കുന്നത്. നിലവിലുള്ള ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്കോ അതുമല്ലെങ്കിൽ നിലവിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫേസ്ബുക്ക്, യൂട്യൂബ് ഇങ്ങനത്തെ ഒരു സൈറ്റിലേക്കോ നമ്മൾ ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എക്സ്റ്റേണൽ ലിങ്ക് എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഗ്രാഫിക്കൽ ലിങ്ക് എന്നുള്ളത്. ഗ്രാഫിക്കൽ ലിങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ എക്സ്റ്റേണൽ ലിങ്കിൽ സാധാരണ നമ്മൾ കാണാറ് ഒരു ബ്ലൂ ഇങ്കിൽ ഒരു ഹൈപ്പർ ലിങ്ക് പോലെ കാണും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എബൌട്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്കൊരു ബ്ലൂ കളറിൽ ഇങ്ങനെ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യാനാണ് നമുക്ക് എവിടേക്കെങ്കിലും പോകില്ല. അതായത് നമുക്ക് എവിടേക്കാണോ പോകേണ്ടത്. ഇപ്പോൾ ഫേസ്ബുക്ക്, എബൌട്ട് ഫേസ്ബുക്ക് എന്നുണ്ടെങ്കിൽ എബൌട്ട് FB എന്നൊരു ലിങ്ക് ഉണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, ആ FBയുടെ പേജിലേക്ക് പോകും. പക്ഷേ നമ്മൾ ഗ്രാഫിക്കൽ ലിങ്ക് ആണെങ്കിൽ ഇവിടെ ഒരു FBയുടെ ഐക്കൺ അതുപോലെ FBയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് പോകൽ. ഇത് നമ്മളുടെ മെയിൻ ഡിഫറൻസ് പറഞ്ഞാൽ ഇവിടെ ഗ്രാഫിക്സിൽ നമ്മൾ ഇമേജുകൾ ഉപയോഗിക്കും, ഇവിടെ മെയിൻ ആയിട്ട് എക്സ്റ്റേണൽ ലിങ്കിൽ അത് ടെക്സ്റ്റുകളായിരിക്കും ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് എക്സാമ്പിൾ സഹിതം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ ഇമെയിൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു ലിങ്ക് ഉണ്ടാവും, അതിൽ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ എവിടെയാണോ ഇമെയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് ആ ഇമെയിലിലേക്ക് കറക്റ്റ് ആയിട്ട് പോവുകയും നമുക്ക് അതിൽ നിന്ന് ജസ്റ്റ് സെൻഡ് എന്ന് കൊടുത്താൽ മതി. കണ്ടന്റ് എഴുതിയിട്ട് സെൻഡ് എന്ന് കൊടുത്താൽ ആ ഒരു സെക്ഷനിലേക്ക് പോവുകയും ചെയ്യും. അതിനാണ് ഇമെയിൽ ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇന്റേണൽ ലിങ്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇന്റേണൽ ലിങ്ക്. ഇന്റേണൽ ലിങ്ക് നമ്മൾ പറഞ്ഞു ഒരു പേജിന്റെ അകത്ത് നിന്ന്, ഇപ്പൊ ഞാൻ ഇവിടെ ഗോ ടു ബോട്ടം എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു ലിങ്ക് ഒരു ബ്ലൂ കളറിലാണ്, അതിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, താഴേക്ക് ഏറ്റവും താഴത്തെ സെക്ഷനിലേക്ക് എത്തും. അപ്പൊ അതിനുള്ള ഒരു കോഡാണ് ഞാൻ ഫസ്റ്റ് എഴുതാൻ പോകുന്നത്. HTML ഹെഡ് ടൈറ്റിൽ ക്ലോസ് ചെയ്തു. ടൈറ്റിൽ ഞാൻ ഒന്നും കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള ടൈറ്റിൽ കൊടുക്കാൻ ഞാൻ ജസ്റ്റ് ഒന്നും കൊടുക്കാതെ എനിക്ക് എഴുതുന്നത് ഹെഡ്. ദെൻ ബോഡി ടാഗ്. ഈ ബോഡി ടാഗിന്റെ ഉള്ളിലാണ് ഞാൻ ഈ ഒരു ഇന്റേണൽ ലിങ്ക് ഉപയോഗിക്കുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം, ലിങ്കിന് ഉപയോഗിക്കുന്ന ടാഗ് എന്നുള്ളത് എ ടാഗ് ആണ്. എ എന്നുള്ള ഒരു ടാഗാണ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ് href എന്നുള്ളത്. മനസ്സിലാക്കുക, href href എന്ന് പറഞ്ഞാൽ ഹൈപ്പർ റെഫറൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. href എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റിൽ ഞാൻ ഇതിലൊരു എക്സാമ്പിൾ എഴുതാൻ പോവുകയാണ്. നമ്മുടെ ഇന്റേണൽ ലിങ്കിന് എ നെയിം ഈക്വൽ ടു, ഇതെന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എ നെയിം ഈക്വൽ ടു ജസ്റ്റ് ടോപ്പ് എന്ന് കൊടുത്തു. ദെൻ അത് ക്ലോസ് ചെയ്തു. ഇവിടെ ഒരുപാട് കണ്ടന്റുകൾ ഉണ്ട്, ഞാൻ ഇതിൽ പല പല കണ്ടന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ബോഡി ടാഗിന്റെ ഉള്ളിൽ ഒരുപാട് കണ്ടന്റുകൾ. ദെൻ ഇതൊക്കെ കഴിഞ്ഞ് നേരെ താഴെ എത്തി. ഇവിടെ ഞാൻ എ ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കണ്ടന്റ് കഴിഞ്ഞ് ഇവിടെ താഴെ എത്തിയതിനു ശേഷം ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ href ഈക്വൽ ടു, ഇത് ഏറ്റവും താഴത്തെ സൈഡാണ്, href ഈക്വൽ ടു ഹാഷ് ബോട്ടം എന്ന് പറഞ്ഞു കൊടുത്തു. ഹാഷ് ടോപ്പ് എന്ന് പറഞ്ഞു കൊടുത്തു. ഹാഷ് ടോപ്പ്. എന്നിട്ട് എന്ത് ചെയ്തു, ഇതിൻ്റെ ഉള്ളിൽ ഒരു മെസ്സേജ് കൊടുത്തു, ഗോ ടു ടോപ്പ്. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ എ ടാഗ് ക്ലോസ് ചെയ്തു.
അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഇന്റേണൽ ലിങ്കിന് നമ്മൾ 2 എ ടാഗ് കൊടുക്കുന്നുണ്ട്. അത് ഫസ്റ്റിലെ എ ടാഗ് കൊടുക്കുന്നത് ഒരു നെയിം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റിൽ ഞാൻ ഇവിടെ എന്താണ് നെയിം സെറ്റ് ചെയ്തത്, എ നെയിം ഈക്വൽ ടു ടോപ്പ് എന്ന് പറഞ്ഞ് അവിടെ ഒരു നെയിം സെറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഒരുപാട് കോഡുകളുണ്ട് ഇവിടെ. ഏറ്റവും ഒരുപാട് കോഡ് കഴിഞ്ഞ് ഇത്രയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റിലാണ് ഈ ഒരു കണ്ടന്റ് എഴുതിയിട്ടുള്ളത്. അതായത് href ഈക്വൽ ടു ഹാഷ് ടോപ്പ് എന്ന് എഴുതിയിട്ടുള്ളത്. ദെൻ എന്ത് ചെയ്തു, അവിടെ ഞാനൊരു മെസ്സേജ് വെച്ചു, ഗോ ടു ടോപ്പ് എന്ന് പറഞ്ഞു വെച്ചു. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഗോ ടു ടോപ്പ് എന്നുള്ളതാണ് നമ്മുടെ ലിങ്ക് പോലെ കാണിക്കൽ. ഓക്കെ, ലിങ്ക് പോലെ കാണിക്കൽ ഇത് ഗോ ടു ടോപ്പ് എന്നുള്ളതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും, ഈ ഹാഷ് ടോപ്പിന്റെ ഇങ്ങോട്ട് വരും. ഈ ഹാഷ് ടോപ്പിൽ എന്താണ് എഴുതിയിട്ടുള്ളത് അവിടേക്ക് വരും. ഇവിടെ എന്താണ് hrefൽ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നേരെ ആദ്യം വരുന്നത് ഈ ഹാഷ് ടോപ്പിന്റെ ഭാഗത്തിലേക്കാണ്. എന്നിട്ട് ഈ ഹാഷ് ടോപ്പിന്റെ ഈ സെറ്റ് ചെയ്ത ഈ ടോപ്പ് എന്നുള്ളത് നെയിം എന്ന് പറഞ്ഞ് എവിടെയാണ് സെറ്റ് ചെയ്തതെന്ന് നോക്കും. നെയിം ടോപ്പ് ഈക്വൽ ഈ ഹാഷിന്റെ കൂടെ എന്താണ് നെയിം, ആ നെയിം എന്ന് പറഞ്ഞ് എവിടെയാണോ സെറ്റ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ മുകളിലുണ്ട് എന്ത്, ടോപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ നെയിം ഈക്വൽ ടു എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ശരിക്കും എന്താ സംഭവിക്കുക, അപ്പോൾ ഗോ ടുവിൽ ക്ലിക്ക് ചെയ്താൽ നേരെ എന്ത് ചെയ്യും, ഈ പേജിന്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ഇതെല്ലാം വായിച്ചിട്ട് ഞാൻ വേറൊരു എക്സാമ്പിൾ ആ ഒരു സെക്ഷൻ മാത്രം HTML-ഉം ഹെഡും ടൈറ്റിലും ഒന്നും ഇല്ലാതെ ആ ഒരു സെക്ഷൻ മാത്രം ഒന്ന് എഴുതി തരാം, കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്റേണൽ ലിങ്ക് ആണ്. ഒരു പേജിന്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഇന്റേണൽ ലിങ്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. എ നെയിം ഈക്വൽ ടു ടോപ്പ്. ഓക്കെ, ആദ്യം അത് സെറ്റ് ചെയ്തു. ദെൻ ഞാൻ ഒരുപാട് കോഡുകൾ ഇവിടെ ഉണ്ട്. ദെൻ എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എ ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ദെൻ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ഇവിടെ എന്ത് ചെയ്തു, href ഈക്വൽ ടു ഹാഷ് ടോപ്പ്. href ഈക്വൽ ടു ഹാഷ് ടോപ്പ്. എന്നിട്ട് ഇതിലൊരു മെസ്സേജ് ഗോ ടു ടോപ്പ്. എന്നിട്ട് എന്ത് ചെയ്തു, ആ ടാഗ് ക്ലോസ് ചെയ്തു. ഇപ്പൊ എന്താ സംഭവിക്കണമെന്നാണ് നേരത്തെ പറഞ്ഞ സെയിം കേസ് തന്നെയാണ്. ഇവിടെ എന്താ സംഭവിക്കല്, ജസ്റ്റ് നമ്മൾ ഈ മെസ്സേജായി കാണൽ എന്താണ്, ഈ ഗോ ടു ടോപ്പ് എന്നുള്ളതാണ് നമുക്ക് ഒരു മെസ്സേജ് ആയിട്ട് ഡിസ്പ്ലേയിൽ കാണാം. അതൊരു ബ്ലൂ കളറിലായിരിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നേരെ ഈ ആഷ് ടോപ്പിനെ ഇങ്ങോട്ട് വരും. അത് നമുക്ക് കാണില്ല, അത് ഉള്ളിൽ പെർഫോം ചെയ്യുന്നതാണ്. നേരെ ക്ലിക്ക് ചെയ്താൽ ഈ ആഷ് ടോപ്പിന്റെ ഈ സൈഡിൽ നിന്ന് എന്ത് ചെയ്യും, എവിടെയാണോ ഈ ആഷ് കഴിഞ്ഞിട്ടുള്ള ഈ നെയിം ഉണ്ടല്ലോ ടോപ്പ് പറഞ്ഞിട്ട്, അത് എവിടെയാണോ നെയിം ഈക്വൽ ടു എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തിടണം എന്ന് നോക്കും. അപ്പോൾ നെയിം ഈക്വൽ ടു ഏറ്റവും ടോപ്പിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നെയിം ഈക്വൽ ടു ടോപ്പ് എന്ന് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നേരെ ഇവിടുന്ന് എന്ത് ചെയ്യും, ഈ ടോപ്പിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇതിനാണ് ഈ ഇന്റേണൽ ലിങ്ക് എന്ന് പറയുന്നത്. ഇനി ഇതിപ്പോൾ ഏറ്റവും ടോപ്പ് പോർഷൻ ആണ്, ഇത് ബോട്ടം പോർഷൻ ആണ്. ഇതിന്റെ ഏറ്റവും ബോട്ടം പോർഷൻ ആണ്, ഇത് ടോപ്പ് പോർഷൻ ആണ്. ഇപ്പൊ നമ്മൾ ചെയ്തത് എന്താണ്, ഈ ഒരു ബോട്ടത്തിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ടോപ്പിലേക്ക് വരുന്ന ഒരു രീതിയാണ് ഇതിൽ. ഇനി നേരെ തിരിച്ച് നമുക്ക് ചെയ്യാം. ടോപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നേരെ ബോട്ടത്തിലേക്ക് വരണം. അതിനെന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു കോഡ് മുകളിൽ കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യാം, href ഈക്വൽ ടു ഹാഷ് ബോട്ടം. ഞാൻ ഹാഷ് ബോട്ടം എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ മുകളിൽ സെറ്റ് ചെയ്തു ഗോ ടു ബോട്ടം. എന്നിട്ട് എന്ത് ചെയ്തു, എ ടാഗ് ക്ലോസ് ചെയ്തു. ദെൻ എന്ത് ചെയ്തു, ഇവിടെ ഏറ്റവും താഴെ വന്നിട്ട് ഞാൻ ഈ നെയിം സെറ്റ് ചെയ്തു, ഈ ബോട്ടം എന്നുള്ള നെയിം ഇവിടെ സെറ്റ് ചെയ്തു. ഇവിടെ ചെയ്ത പോലെ എന്ത് ചെയ്യുക, നെയിം ഈക്വൽ ടു എന്ത് ചെയ്തു, ബോട്ടം എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് എ ടാഗ് ക്ലോസ് ചെയ്തു. മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, എന്താണോ hrefന്റെ കൂടെ ഉള്ളത് അതിലായിരിക്കും ലിങ്ക് ഉണ്ടാവുക. href എവിടെയാണോ ഉള്ളത് അവിടെയാണ് ലിങ്ക് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഗോ ടു ബോട്ടം എന്നുള്ളതാണ് നമുക്ക് ലിങ്കായി കാണിക്കുക. ഇതിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, ആഷ് ബോട്ടത്തിന് ഇങ്ങോട്ട് പോകും. ആഷ് ബോട്ടത്തിൽ ചെക്ക് ചെയ്യും എവിടെയാണ് നെയിം ഈക്വൽ ടു ബോട്ടം എന്ന് എഴുതിയത്. അപ്പോൾ നെയിം ഈക്വൽ ടു ബോട്ടം ഇവിടെ താഴെയാണ് എഴുതിയത്. നേരെ എന്ത് ചെയ്യും, ഈ താഴെ ഭാഗത്തേക്ക് വരും. മനസ്സിലായല്ലോ, വളരെ സിമ്പിൾ ലോജിക്കാണ്. ഒരു പേജിന്റെ താഴേക്കും മുകളിലേക്കും സെന്റർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വിച്ച് ചെയ്യാൻ. എവിടെയാണോ നമ്മൾ ഈ കോഡ് എഴുതുന്നത് അവിടെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, സ്വിച്ച് ചെയ്ത് വരും. നമ്മൾ എഴുതേണ്ടത് എന്താണ്, ഈ hrefൽ എന്താണ് നമ്മൾ കോഡ് എഴുതേണ്ടത്, എന്നിട്ട് എവിടേക്കാണ് പോകേണ്ടത് അവിടെ നെയിം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നെയിം അസൈൻ ചെയ്ത് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ആ ഒരു ലൊക്കേഷനിലേക്ക് പോകും. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് രണ്ടാമത് പഠിക്കാനുള്ള ലിങ്കാണ് എക്സ്റ്റേണൽ ലിങ്ക്. എക്സ്റ്റേണൽ ലിങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു, ഒരു പേജിൽ നിന്ന് പുറത്തോട്ട് മറ്റൊരു പേജിലേക്കോ അല്ലെങ്കിൽ വേറൊരു വെബ്സൈറ്റിലേക്കോ പോകാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്റ്റേണൽ ലിങ്ക് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. href ഈക്വൽ ടു www.facebook.com/Raju. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ കൊടുക്കുകയാണ് എന്ത്, ഇവിടെ ഞാനൊരു മെസ്സേജ് കൊടുക്കുകയാണ്, ഗോ ടു രാജൂസ് FB പേജ്. എന്നിട്ട് എ ടാഗ് ക്ലോസ് ചെയ്തു.
ഇതെന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. ഈ ഗോ ടു രാജൂസ് FB പേജ് എന്നുള്ളത് എന്താണ്? ഇതായിരിക്കും നമുക്ക് ലിങ്കായി കാണാം. ഇതൊരു ബ്ലൂ കളറിൽ ഇങ്ങനെ കാണും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? നേരെ രാജുവിന്റെ എന്ത് ചെയ്യും? FB പേജിലേക്ക് പോകും. ഓക്കെ, രാജുവിന് ഇങ്ങനെ ഒരു FB പേജ് ഉണ്ട്, ഇതാണ് അതിന്റെ യൂസർ നെയിം എന്നുണ്ടെങ്കിൽ, രാജു ആണ് യൂസർ നെയിം എന്നുണ്ടെങ്കിൽ നേരെ ഇതിലേക്ക് പോകും. നിങ്ങൾക്കും നിങ്ങളുടെ നെയിം വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാം? ക്രിയേറ്റ് ചെയ്യാം. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം HRF ഇവിടെ എന്ത് ചെയ്യാം? നമ്മുടെ ഫേസ്ബുക്കിന്റെ ഫുൾ ID കൊടുക്കുക. ഇവിടെ വേണമെങ്കിൽ നമുക്ക് യൂട്യൂബ് കൊടുക്കാം, ട്വിറ്റർ കൊടുക്കാം, ഏതാണ് നമ്മുടെ അക്കൗണ്ട് ആ അക്കൗണ്ട് ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് ഗോ ടു മൈ പേജ് എന്താണ് നമ്മൾ മെസ്സേജ് കൊടുക്കുന്നത് അതിനനുസരിച്ച് അതിൽ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യും? നേരെ ആ പേജിലേക്ക് പോകും. ഇതിനാണ് ഈ എക്സ്റ്റേണൽ ലിങ്ക് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ലിങ്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പുറത്തോട്ടാണ് പോലെ ഒരു പേജിന് മറ്റൊരു പുറത്തോട്ടുള്ള ഒരു പേജിലേക്കോ അല്ലെങ്കിൽ വെബ്സൈറ്റിലേക്കോ പോകാൻ വേണ്ടിയിട്ടാണ് എക്സ്റ്റേണൽ ലിങ്ക് ഉപയോഗിക്കുന്നത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം എ ടാഗിന്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുക, HRFന്റെ ഉള്ളിൽ അതിന്റെ എവിടേക്കാണ് പോകേണ്ടത് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്തിട്ട് എന്താണ് ലിങ്ക് കാണിക്കേണ്ടത് അത് കൊടുക്കുക. ഇതിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും? അങ്ങനെ പോകും. ഓക്കെ, മനസ്സിലാക്കേണ്ട കാര്യം വളരെ സിമ്പിളാണ്. എന്താണ്? ജസ്റ്റ് ഒന്ന് പേര് കൊടുത്താൽ മതി, അതിലേക്ക് പോകും. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഇപ്പൊ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു, ഒന്ന് ഇന്റേണൽ ലിങ്ക് പറഞ്ഞു, ഒന്ന് എക്സ്റ്റേണൽ ലിങ്ക് പറഞ്ഞു. അടുത്തത് എന്താണ്? ഗ്രാഫിക്കൽ ലിങ്ക് ആണ്. ഗ്രാഫിക്കൽ ലിങ്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ലിങ്കായി കൊടുക്കുന്നത് എന്താണ്? ഒരു ടെക്സ്റ്റ് ആണ്. ഗോ ടു രാജൂസ് FB പേജ് എന്നുള്ള ഈ ടെക്സ്റ്റ് ആണ് നമുക്ക് ലിങ്കായി കാണുന്നത്. ഇതിന്മേൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഫേസ്ബുക്കിലേക്ക് പോകുന്നത്. ഈ ഒരു ടെക്സ്റ്റിന് പകരം നമ്മൾ ഇവിടെ ഒരു ഇമേജ് കൊണ്ടുവന്നിട്ടാൽ ഇതിനാണ് എന്ത് പറയുന്നത്? ഗ്രാഫിക്കൽ ലിങ്ക് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളിന് ഞാൻ ഇവിടെ ഒരു ഇമേജ് ഇടാൻ പോവാണ്. IMG SRC ഈക്വൽ ടു ഒരു FB ഒരു ലൊക്കേഷനിൽ, ഇപ്പോൾ ലൊക്കേഷൻ ഇവിടെ കൊടുക്കണം നമ്മൾ പറഞ്ഞിരുന്നു. SRC ഈക്വൽ ടു Dയില് IMGയില് ഒരു FB.jpg ഇങ്ങനെ ഒരു ഇമേജ് ഞാൻ ഇവിടെ ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ എ ടാഗ് ഇവിടെ ലാസ്റ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എ ടാഗ് ക്ലോസ് ചെയ്തു. ഇപ്പൊ എന്താ സംഭവിക്കുക? ഈ FB.jpg എന്നുള്ള ഒരു ഇമേജ്, അതായത് ഫേസ്ബുക്കിന്റെ ഒരു ഇമേജ് അവിടെ ഉണ്ടാവും. ആ ഇമേജ് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യും? ഈ രാജുവിന്റെ FB പേജിലേക്ക് പോകും. അത്രയേ ഉള്ളൂ. മനസ്സിലാക്കേണ്ട കാര്യം ഗ്രാഫിക്കലും എക്സ്റ്റേണലും ഗ്രാഫിക്കലും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് പറഞ്ഞാൽ ഗ്രാഫിക്കൽ മെയിനായിട്ട് എന്ത് ഉപയോഗിക്കും? ഇമേജ് ഉപയോഗിക്കും. എക്സ്റ്റേണൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കും. അപ്പൊ ഇതിന്മേ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ ഇമേജിന്മേ ക്ലിക്ക് ചെയ്താൽ നേരെ ഫേസ്ബുക്കിലേക്ക് പോകും. ഓക്കെ, രണ്ട് ഡിഫറൻസ് മനസ്സിലായല്ലോ. ഒന്നില് ഇമേജ് ഇൻസേർട്ട് ചെയ്യും, ഇമേജിന്റെ ഒരു URL ആണ് അവിടെ കൊടുക്കുക, അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ ഫേസ്ബുക്ക് പോകും. മറ്റതാണ് എന്നുണ്ടെങ്കിൽ ഗ്രാഫിക്സിലെ എക്സ്റ്റേണൽ ആണ് എന്ന് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഒരു എക്സ്റ്റേണൽ ലിങ്ക് ആയിരിക്കും ഉപയോഗിക്കുക, ഒരു നെയിമായി എന്തെങ്കിലും ഒരു നെയിമോ വേർഡ് ആയിരിക്കും ഉപയോഗിക്കുക. അത് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും? നേരെ എന്താണോ എവിടേക്കാണോ പോകേണ്ടത് നമ്മൾ HRFൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അവിടേക്ക് നേരെ പോവുകയും ചെയ്യും. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതാണ് മെയിൽ ലിങ്ക്, അതായത് ഇമെയിൽ ലിങ്കിന്റെ പ്രത്യേകത എന്താണ്? ഇമെയിൽ ലിങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞു, ഒരു പേജിൽ നിന്ന് നമ്മൾ ഒരു ഇമെയിൽ ലിങ്ക് ഉണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നേരെ ഇമെയിൽ ഓപ്പൺ ചെയ്ത് വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബോഡിയിൽ കണ്ടന്റ് എഴുതാനേ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് എന്നിട്ട് സെൻഡ് എന്ന് കൊടുത്താൽ ആ മെയിൽ സെൻഡ് ആവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതിന് ഉപയോഗിക്കുന്ന ടാഗാണ് HRF ഈക്വൽ ടു എന്ത് ചെയ്യാം? മെയിൽ ടു. ഇത് ഇങ്ങനെ തന്നെ കൊടുക്കണം, സ്പേസ് ഒന്നുമില്ല. മെയിൽ ടു കോളൻ ദെൻ ഡബിൾ കോഡ്സിൽ എന്ത് ചെയ്യുക? ആർക്കാണ് മെയിൽ അയക്കേണ്ടത് എന്നുള്ളത്. ഞാൻ ഇവിടെ ഒരു sttutorials@gmail എന്നൊരു മെയിൽ അക്കൗണ്ട് കൊടുത്തു, gmail.com. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ഡബിൾ കോഡ്സ് ഇട്ട് ആ ഡബിൾ കോഡ്സ് ഇവിടെ ഫില്ല് ചെയ്തു. ദെൻ ഇവിടെ ഗ്രേറ്റർ ദാൻ ഇട്ടു. ഈ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഈ എ ടാഗിന്റെ ഈ ഗ്രേറ്റർ ദാൻ. ദെൻ എ ടാഗ് ക്ലോസ് ചെയ്തു. ഇങ്ങനെ കൊടുത്താൽ എന്ത് സംഭവിക്കുക? ഇവിടെ ഞാൻ ഇതിൻ്റെ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്, SJ എന്ന് മാത്രം കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ SJ എന്നുള്ളത് എന്തായി? ഒരു ലിങ്ക് പോലെ കാണിക്കും. ഈ SJയിൽ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യും? നേരെ ഈ ഒരു മെയിൽ അക്കൗണ്ടിലേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ലിങ്കായി കാണേണ്ട സംഭവം കൊടുക്കേണ്ടത് എൻ്റെയും ഈ ക്ലോസ്ഡ് എ ടാഗിന്റെ ഉള്ളിലായിട്ടാണ്. ഇവിടെ കൊടുക്കുന്ന എന്താണോ ടെക്സ്റ്റ് അതാണ് നമുക്ക് ലിങ്കായി കാണൽ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ എ ടാഗ് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇവിടെ ക്ലോസ് ചെയ്തു. എന്നിട്ട് ഈ ഒരു ഏരിയ ആണ് ഈ കാണിച്ചിട്ടുള്ളത്, ഈ SJ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത് ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഈ എ ടാഗ് ക്ലോസ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഇടയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ലിങ്ക് പോലെ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ലിങ്കുകളെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ പഠിക്കേണ്ട മെയിൻ ലിങ്കുകൾ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ലിങ്ക്, എക്സ്റ്റേണൽ ലിങ്ക്, ഗ്രാഫിക്സ് ലിങ്ക്, ദെൻ ഇമെയിൽ ലിങ്ക്. ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം.